കുട്ടികൾക്ക് യാത്ര പൊതുവെ ഇഷ്ടമാണ്. സ്വന്തം യാത്രാനുഭവം എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ച ഒരു 3-ാം ക്ലാസ്സുകാരിയാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. പത്തനംതിട്ട കൈപ്പട്ടൂർ മാമൂട് സ്വദേശി സേറയ്ക്ക് ഭാവിയിൽ വലിയ എഴുത്തുകാരിയാകണമെന്നാണ് ആഗ്രഹം. മൂന്നാം ക്ലാസ്സുകാരി സേറയ്ക്ക് എഴുത്തുകാരെ വലിയ ഇഷ്ടമാണ്. വീടിന് മുന്നിലെ ഇടവഴിയിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കലാണ് ഇഷ്ട ഹോബി. ഇടയ്ക്ക് മഴ പെയ്താൽ സേറയ്ക്ക് മറ്റൊന്നും വേണ്ട. മഴ തോരുന്നത് വരെ വീടിന്റെ ഉമ്മറത്ത് മഴ ആസ്വദിച്ച് നിൽക്കും. ഒരിക്കൽ മാതാപിതാക്കളോടൊപ്പം സേറ ഒരു യാത്ര പോയി. തിരിച്ചു വന്നപ്പോൾ യാത്രാനുഭവങ്ങൾ എഴുതുക മാത്രമല്ല, ബുക്കായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എനിക്കാണെങ്കിൽ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനത്തെ റൈറ്റേഴ്സിനെയൊക്കെ ഇഷ്ടമാണ്. അന്നേരം ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചു, ഈ റൈറ്റേഴ്സൊക്കെ റിയൽ ആണോ എന്ന്. അന്നേരം ഇപ്പം അച്ഛനും അമ്മയാണ് KLF എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ കുറേ റൈറ്റേഴ്സിനെ കണ്ട്. അന്നേരം ഇപ്പം ഞാനും വിചാരിച്ചു ഒരു ബുക്കൊക്കെ എഴുതാമെന്ന്. അപ്പം എനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ട്. അതുകൊണ്ട് ഡയറി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇതൊരു നല്ലതായിട്ട് എഴുതിയാൽ അച്ഛൻ അമ്മയാണെങ്കിൽ ഒരു ബുക്കാക്കി വെക്കാം. എഴുത്തുകാർ യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് മകൾ ഇടയ്ക്കിടെ ചോദിക്കുമായിരുന്നുവെന്ന് മാതാപിതാക്കളായ സാജനും മെർലിനും പറഞ്ഞു. എങ്ങനെയാണ് എഴുത്തുകാർ ഒരു സമൂഹത്തിൽ ഒരു ക്രിയേറ്റീവ് ഇൻപുട്ട് കൊടുക്കുന്നത്? സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ എത്രമാത്രം ഇൻഫ്ലുവൻസ് ഈ എഴുത്തുകാർക്ക് നയിക്കാൻ പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഇച്ചിരി പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞപ്പം ആർക്കും ഇങ്ങനെ എഴുത്തുകാരിയായ കൊള്ളാം എന്നൊരാഗ്രഹം തോന്നി. കുട്ടികളുടെ സ്വതസിദ്ധമായ കഴിവ് എന്താണോ അതിനാണ് മാതാപിതാക്കൾ പ്രോത്സാഹനം നൽകേണ്ടതെന്ന് സാജനും മെർലിനും പറയുന്നു. കൊച്ചെഴുതുന്നതും ഇതൊക്കെ ചെയ്ത് നമ്മളൊരു പുസ്തകമാക്കി കാണുമ്പോഴല്ലോ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. ഓക്കെ, കൊച്ചെഴുതുന്നതിനെ അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ് നമുക്ക്. യാത്രാനുഭവം മാത്രമല്ല, ഒന്നാന്തരം കവിതകളും സേറ എഴുതും. കഞ്ഞിയുടെ കൂടെ കടിക്കാനായി എൻ്റെ രസമായ എൻ്റെ കറുമുറ പപ്പടം, ഞെക്കിപ്പൊട്ടിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന എൻ്റെ കറുമുറ പപ്പടം. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.